ഗുരു സാക്ഷാത് പരംബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം കുറേ ദിവസങ്ങളായി കേശവേട്ടൻ്റെ ഒപ്പം തന്നെയായിരുന്നു ഞങ്ങൾ. സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ പോലെ തന്നെ കേശവേട്ടനെ അറിയാം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കേശവേട്ടനെ ശരിക്കും അറിഞ്ഞിട്ടില്ല. ഒരു 50 കൊല്ലമായിട്ട് കേശവേട്ടൻ്റെ ഒപ്പം, കേശവേട്ടനെ അറിഞ്ഞ മുതൽ, അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സപ്താഹം തുടങ്ങിയ മുതലാണല്ലോ കേശവേട്ടനെ അറിയണത്. ഒരു 30 കൊല്ലം. പക്ഷെ എനിക്കൊരു 50 കൊല്ലത്തിൽ കൂടുതൽ കേശവേട്ടനെ അറിയാം. പക്ഷെ ഇന്നും നിങ്ങളൊക്കെ വിളിക്കുന്ന കേശവേട്ടൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും പിടികിട്ടിയില്ല. കാരണം അവിടെ ഇല്ലത്തെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളവിടെ അനിയന്മാരെല്ലാവരും കൂടി അമ്മയ്ക്ക് ഇരിക്കുന്ന സമയത്ത് കേശവേട്ടനോടൊന്ന് പോയി തോന്നില്ല. ശരീരം വിട്ടുപോയാലും കേശവേട്ടൻ ഞങ്ങളോട് എന്തൊക്കെയോ ഉപദേശിക്കുന്ന പോലെ, അല്ലെങ്കിൽ ആ സ്നേഹത്തോടു കൂടി സംസാരിക്കുന്ന പോലെ, ആ ഒരു ഇതും ഇന്നും 10-15 ദിവസങ്ങളായിട്ടും മറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങളവിടെ ഇല്ലത്ത് ഒരു മുറ വായന നടത്തുന്നുണ്ട്. ഏറ്റവും ഒരു അമ്മയുടെ ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്ര ദുഃഖമാണല്ലോ അല്ലേ. അമ്മ പുറമേക്ക് കരയുന്നില്ല, പക്ഷെ അമ്മയുടെ ഉള്ളിൽ ആ പുത്രൻ മരിച്ചതായ, അദ്ദേഹം കേശവേട്ടൻ വിട്ടുപോയതായിട്ടുള്ള ആ ദുഃഖത്തിൽ അമ്മ ഞങ്ങളൊക്കെ ഒരു പരിധിയുണ്ടല്ലോ സമാധാനിപ്പിക്കാൻ. ഏട്ടനായാലും അനിയനായാലും അനിയത്തിയായാലും ഞങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട് സമാധാനിപ്പിക്കാൻ. കാരണം ഒരു വാക്കുകൊണ്ട് സമാധാനിപ്പിക്കാൻ പറ്റാത്ത അത്രയും ഒരു ദുഃഖമാണ് അമ്മ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അമ്മയ്ക്ക് എന്താ വെച്ചാൽ ആ മനസ്സിന് അത്രയും ഉറപ്പുണ്ട്. എന്താ നാമം ജപിച്ചിട്ട്, നമശിവായ അല്ലെങ്കിൽ നാരായണ ദേവി നാമൊക്കെ ജപിച്ചിട്ട് അമ്മയ്ക്ക് അത്രയും ഒരു മനസ്സിന് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ എന്തിനേയും അതിജീവിക്കാനുള്ള ഒരു മനസ്സ് അമ്മയ്ക്ക് ഉണ്ടായി എന്നുള്ളതാണ്. കാരണം അത് ഈ ഒരു ഭാഗവതത്തിൻ്റെ മഹത്വമാണ്. അപ്പോൾ ഇവിടെ 10-30 കൊല്ലങ്ങളായി കേശവേട്ടൻ ഭാഗവതം വായിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കെല്ലാം ഒരു ജീവിതത്തിലൊരു വലിയൊരു അനുഗ്രഹമായി എന്ന പോലെ തന്നെ അമ്മയും എത്രയോ കാലങ്ങളായി, അമ്മയ്ക്കിപ്പോൾ 84-85 വയസ്സായി. ഈ 85 വയസ്സിൽ അമ്മയും നാരായണീയം വായിക്കണു, ഭാഗവതം വായിക്കണു. അപ്പോൾ നമ്മുടെ ഏറ്റവും നമുക്കൊരു പ്രശ്നം നമ്മുടെ മനസ്സാണ്. മനസ്സ് തളർന്നാൽ ജീവിതം മുഴുവൻ തകർന്നടിയും. അപ്പോൾ മനസ്സിൻ്റെ ശക്തി, മനസ്സിനൊരു ബലം കിട്ടാനാണ് ഈ ഒരു ആധ്യാത്മികമായിട്ടുള്ള ഉപാസനകൾ, നാമജപമായാലും ഭാഗവതം വായിക്കലായാലും നാരായണീയം വായിക്കലായാലും. ഇപ്പോൾ കേശവേട്ടനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ അമ്മയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും മറ്റേ ഗുരുവായൂരപ്പദാസ സ്വാമികളെ കുറിച്ചുള്ള, ഗുരുനാഥനെ കുറിച്ചൊക്കെ. കാരണം നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത 3-4 ആൾക്കാരാണ് ആര്? മാതാ, പിതാ, ഗുരു അല്ലേ? എല്ലാവർക്കും അറിയണതാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത 2-3 ആളുകൾ, വ്യക്തികൾ എന്ന് പറയാൻ പറ്റില്ല. അവരെ ഈശ്വരഭാവത്തിൽ തന്നെയാണ് നമ്മുടെ ഭാരതീയരെ വിശേഷിപ്പിച്ചത്. മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യദേവോഭവ, അതിഥിദേവോഭവ. അപ്പോൾ അവരെ നമുക്ക് കുറച്ച് നേരം കൊണ്ട്, പ്രഭാഷണം കൊണ്ട് പറഞ്ഞ് നിങ്ങളെപ്പോലുള്ളവരെ മനസ്സിലാപ്പിക്കാനോ എനിക്ക് മനസ്സിലാക്കാനോ സാധിക്കുന്നില്ല. ശങ്കരാചാര്യർ പോലും ആ അമ്മയുടെ മുമ്പിൽ നമസ്കരിക്കൂ എന്നാണ് പറഞ്ഞത്. തസ്യേ ജനന്യേ നമഃ. കാരണം വേറൊന്നുകൂടെ ചെയ്യാനില്ല. ഒരമ്മയ്ക്ക് എന്തൊക്കെ പകരമായി നമ്മൾ കൊടുത്താലും അമ്മ നമുക്ക് ഇങ്ങോട്ട് തന്നതിന് പകരമാവില്ല. കാരണം അമ്മ നമുക്ക് തന്നെന്താ? ഒരു ജന്മം തന്നില്ലേ, ഒരു ജീവിതം തന്നില്ലേ, ആരോഗ്യവും അത്യാവശ്യം ജോലി ചെയ്യാനും പണിയെടുക്കാനുമുള്ള ഈ ഒരു ശക്തി തന്നില്ലേ. അപ്പോൾ അമ്മയെ നമസ്കരിക്കുക, അച്ഛനെ നമസ്കരിക്കുക, അതുപോലെ തന്നെ ഗുരുനാഥനെ നമസ്കരിക്കുക. അപ്പോൾ നമ്മുടെയൊക്കെ ഗുരുവാണ് ആര്? കേശവേട്ടൻ അല്ലേ. അപ്പോൾ കേശവേട്ടൻ സ്വതേ ഗുരുനാഥൻ എന്നുള്ള നിലയ്ക്ക് പറയാറില്ല. കേശവേട്ടൻ്റെ പല വ്യക്തിത്വത്തിലും പല ഗുണങ്ങളിലും ഒരു ഗുണം അതാണ്. ഗുരവ് സുദൃഢ സൗഹൃദ, ഭാഗവതത്തിൽ പറയണതാ. ഭാഗവതത്തിലെ ഒരു ഭാഗത്ത് പറയണതാണ് എങ്ങനെയാവണം ഒരു ഗുരുനാഥൻ, എങ്ങനെയാവണം ഒരു സുഹൃത്ത്, എങ്ങനെയാവണം ഒരു ഗൃഹസ്ഥൻ, എങ്ങനെയാവണം ഒരു സന്യാസി, എങ്ങനെയാവണം ഒരു ആചാര്യൻ ഒക്കെ കൃത്യമായിട്ട് കേശവേട്ടൻ്റെ ആ ജീവിതത്തിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കും. കേശവേട്ടൻ്റെ സപ്താഹം ഇദ്ദേഹമായാലും പ്രശാന്ത് വർമ്മയായാലും ഇവിടെ ബാക്കിയുള്ള എല്ലാ സുഹൃത്തുക്കളും കേശവേട്ടനെ നന്നായിട്ട് അറിയുന്നവരാണ്.
അപ്പോൾ കേശവേട്ടൻ നോട്ടീസിൽ പേര് വയ്ക്കുമ്പോൾ തന്നെ ഞങ്ങളോട് പറയാം ഭാഗവത ആചാര്യൻ പെരുമ്പള്ളി കേശവൻ നമ്പൂതിരി എന്ന് വെക്കട്ടെ ചോദിക്കും. അപ്പോൾ പറയും അങ്ങനെ എൻ്റെ മാത്രം വെക്കണ്ടാന്ന് പറയും, നിങ്ങളുടെയൊക്കെ വെക്കണം. 4 പേരുണ്ടെങ്കിൽ 4 പേരുടെ പേര് വെക്കണം. സാധാരണ ആചാര്യന്മാരെ യജ്ഞാചാര്യൻ ഇന്നാളെന്ന് പറഞ്ഞിട്ട് വയ്ക്കുക അല്ലേ, പിന്നെ സഹാചാര്യന്മാർ പൂജ എന്നൊക്കെ പറഞ്ഞിട്ട് വയ്ക്കുക. പക്ഷെ കേശവേട്ടൻ്റെ ഒരു ഇതെന്താ, എൻ്റെ മാത്രം, എനിക്ക് മാത്രം അങ്ങനെ ഒന്നും വേണ്ട, എനിക്ക് പേരും പ്രശസ്തിയൊന്നും വേണ്ട, എൻ്റെ അനിയന്മാരും സുഹൃത്തുക്കളും അവരൊക്കെ നന്നായി വരട്ടെ, അവർക്കൊക്കെ ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ ഗുരുവായൂരപ്പൻ്റെ എന്നുള്ള നിലയ്ക്കാണ് കേശവേട്ടൻ ഞങ്ങളൊക്കെ കൈപിടിച്ച് വളർത്തിക്കൊണ്ടുപോകുന്നത്. പിന്നെ കേശവേട്ടൻ എനിക്കുള്ളൊരു എന്താ പറയുക, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് കേശവേട്ടൻ്റെ അച്ഛൻ്റെ സ്ഥാനം. നമുക്കൊക്കെ അച്ഛൻ, അമ്മ, ഗുരു അങ്ങനെയാണ്. പക്ഷെ കേശവേട്ടൻ എനിക്ക് അച്ഛൻ്റെ സ്ഥാനം കൂടിയാണ്. എന്താ വെച്ചാൽ ഉപനയനം നടത്തിയത് മടിയിലിരുത്തി അന്ന് ഉപനയനം നടത്തിയത് കേശവേട്ടനാണ്. അച്ഛനാണ് നടത്തേണ്ടത്, പക്ഷേ ഏട്ടനെ അച്ഛനാണ് ഉപനയനം നടത്തിയത്, എന്നെ കേശവേട്ടനെ നടത്തിയത്. അപ്പോൾ അച്ഛൻ്റെ സ്ഥാനം കൂടിയുണ്ട്. അപ്പോൾ പിണ്ടം വയ്ക്കുന്ന സമയത്ത് ഞങ്ങളാണ് അത് ചെയ്തത്, അനിയന്മാരാണ് ചെയ്തത്. അപ്പോൾ ഏത് കാര്യത്തിലായാലും കേശവേട്ടനോടുള്ളതായിട്ടുള്ള കടപ്പാട് ഈ ജന്മത്തിലല്ല, എത്ര ജന്മം എടുത്താലും തീർക്കാൻ പറ്റും തോന്നുന്നില്ല. അത്രയധികം കേശവേട്ടനോട് ഞാനും നിങ്ങളും എല്ലാവരും കടപ്പെട്ടവരാണ്. ഒരുപാട് കാര്യങ്ങൾ കേശവേട്ടനെ കുറിച്ച് പറയാനിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 50 കൊല്ലത്തെ കാര്യങ്ങൾ വേണച്ചാൽ പറയാനുണ്ട്. ഇവിടുത്തെ കാര്യമാണല്ലോ നമ്മൾ കൂടുതൽ പ്രാധാന്യം. ഇപ്പം ഇവിടെ ഗ്രാമം ശിവക്ഷേത്രത്തിലെ ഒക്കെ പറഞ്ഞ കേശവേട്ടനെ കുറിച്ച് പറഞ്ഞെങ്കിലും എനിക്കൊന്നും പറയാണ്ടിരിക്കാൻ വയ്യ, അതുകൊണ്ട് പറയാം. ഒരു 94-95 തോന്നുന്നു ഇവിടെ ആദ്യം ഈ ക്ഷേത്രത്തിലേക്ക് സപ്താഹത്തിന് വരുന്നത്. അപ്പോൾ കേശവേട്ടനോട് പറഞ്ഞു ഒരു സപ്താഹമുണ്ട്, അപ്പം എവിടെയാ എന്താന്ന് ഞാൻ ചോദിക്കാറില്ല. കേശവേട്ടനപ്പോൾ സപ്താഹത്തിന് മുമ്പ് അവിടെ എത്തിയാലും അറിയില്ല. സപ്താഹം ഇവിടെ എത്തി ഗ്രാമം, ഇവിടെ നമ്മുടെ ബന്ധുക്കളൊക്കെ ഉണ്ട്, ഇളയടം അതുപോലെ തന്നെ മറ്റുള്ള ബന്ധുക്കളും പല അറിയണ ആൾക്കാരൊക്കെ ഒന്ന് കുറച്ച് ഉണ്ടല്ല എന്നല്ല. അപ്പം കേശവേട്ടൻ്റെ ഒപ്പം അന്ന് സപ്താഹത്തിന് വന്ന് അന്ന് ഞാനും കേശവേട്ടനും മാവലിശ്ശേരി എന്നുള്ള ഒരു മഹാത്മാവ്, നാവുഴയാതെ എന്ന് കീർത്തനം എഴുതിയ അദ്ദേഹത്തിൻ്റെ മകനാണ് മാവലിശ്ശേരി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം നിങ്ങൾ 3 ആളാണ് വായന, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് വായന ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പൂജ ഇടയ്ക്ക് ഒരധ്യായം എന്നെ കൊണ്ട് വായിപ്പിക്കും. മാവലിശ്ശേരി വായനക്കാരൻ കേശവേട്ടൻ അർത്ഥം പറഞ്ഞതിൽ ആചാര്യൻ എന്നതിനല്ല, ഒരു പ്രഭാഷണം ചെയ്യാനുള്ളൂ. അതുകൊണ്ട് കേശവേട്ടൻ പ്രഭാഷണം ചെയ്യും, അദ്ദേഹം വായിക്കും. ഞാൻ പൂജാകാര്യങ്ങൾ അതുപോലെ തന്നെ കുറേശ്ശെ അധ്യായങ്ങൾ എന്നെ കൊണ്ട് വായിക്കും. പിന്നെ അന്ന് ഞാൻ സപ്താഹം മുഴുവൻ കേട്ടു, അവിടെ ഇരുന്ന് കേട്ടു. ആ 7 ദിവസം അതിൻ്റെ ഉള്ളിൽ നിന്ന് കേട്ടു. അന്ന് അവിടെ അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നുണ്ടാവില്ല, അമ്മമാരും മുത്തശ്ശിമാരും ഇല്ലത്തുള്ളവരൊക്കെ പലരും ഒന്ന് ഭാഗവതം കേൾക്കാൻ വേണ്ടി അകത്തുണ്ടായിരുന്നു. അപ്പൊ ആദ്യത്തെ സപ്താഹം കഴിഞ്ഞ് പിന്നീട് 2ാമത് സപ്താഹത്തിനുള്ളതാണ്, പിന്നെയാണ് പുറത്തേക്ക് സപ്താഹമാക്കിയത്. അപ്പൊ അതിന്റെ കമ്മിറ്റിക്കാർ സുഹൃത്തുക്കൾ അവര് ആലോചിച്ച് എല്ലാവരും ഈ സപ്താഹം നടത്തണം എന്ന് പറഞ്ഞ് ആളുകൾ കൂടി. കാരണം ഉള്ളിൽ ആൾക്കാരൊക്കെ ഇരുന്നാൽ അവിടെ സ്ഥലം ചേർക്കേ. അപ്പൊ പുറത്ത് വെച്ചൊരു സപ്താഹം നടത്താമെന്ന നിലയ്ക്കാണ് പിന്നെ നടത്തിയത്. അങ്ങനെ ഏകദേശം നമ്മളിതാ ഒരു 30-32 കൊല്ലത്തോളം ഭാഗവത സപ്താഹം നടത്തി. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് 25ാമത്തെ കൊല്ലമാണ് പിന്നെ വരാൻ പറ്റിയത്. അതിൻ്റെ ഇടയ്ക്കൊക്കെ വന്നിട്ടുണ്ട്. കേശവേട്ടൻ ഒരു ദിവസം പ്രഭാഷണത്തിന് വരും, അതിൻ്റെ ഇടയ്ക്ക് മറ്റ് പല സുഹൃത്തുക്കളും വായിക്കാൻ വേണ്ടി ഉണ്ടാവാറുണ്ട്. കേശവേട്ടൻ ഒരു ദിവസം വന്നാൽ മതി. അപ്പോൾ 7 ദിവസമൊക്കെ വന്നില്ലെങ്കിലും പണ്ടൊക്കെ 7 ദിവസം ഉണ്ടാവണമെന്ന് പറയും. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ കേശവേട്ടൻ പറഞ്ഞു ഞാൻ വായനയ്ക്കൊന്നും പോണില്ല. ഗുരുവായൂരപ്പദാസ് സ്വാമികൾ അദ്ദേഹം ഇവിടെ ഒരു തവണ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിനെ കണ്ടവർക്കറിയാം. അപ്പോൾ അദ്ദേഹം ഇവിടുന്ന് ഭഗവാന്റെ പാദത്തിലേക്ക് എത്തിയതിന് ശേഷം കേശവേട്ടൻ വായന നിർത്തി, സപ്താഹം നിർത്തി. ഇനി നിങ്ങളൊക്കെ പോയാൽ മതി പോകും. അപ്പം അന്നൊക്കെ കേശവേട്ടൻ്റെ മാസത്തിൽ 4 സപ്താഹമല്ല, സപ്താഹങ്ങളിങ്ങനെ എന്താ പറയുക, ഒരു 7 ദിവസം കൊണ്ടൊരു 4-5 സപ്താഹങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ശിഷ്യന്മാരായിട്ട് ഞങ്ങളെ വിടും. ഇടയ്ക്കൊരു പ്രഭാഷണത്തിന് കേശവേട്ടൻ വരും. അങ്ങനെ കുറേ കാലങ്ങൾ കേശവേട്ടൻ്റെ ഒരു പ്രഭാഷണം കേട്ടാൽ മതി. ഇപ്പോൾ അദ്ദേഹത്തിനൊക്കെ അറിയാം കേശവേട്ടൻ്റെ ആ പ്രഭാഷണത്തിൻ്റെ മാസ്മരികത, ആ ശബ്ദത്തിൻ്റെ ആ ഒരു ജീവൻ. കേശവേട്ടൻ്റെ പ്രഭാഷണത്തിൻ്റെ ആ ഒരു ജീവനെ കുറിച്ച് മലയാളിയൂരാണ് പറഞ്ഞത്. മലയാളൂർ തന്നെ കേശവേട്ടൻ പറഞ്ഞൊരു കാര്യം, കാബിലം എന്ന പ്രധാനപ്പെട്ട ഒരു ഉപദേശം അത് കേശവേട്ടൻ പറഞ്ഞപ്പോൾ മളിയൂർ കഴിഞ്ഞപ്പോൾ പറഞ്ഞു അത്ര പെരുമ്പള്ളി ജീവൻ, ആ ജീവൻ ഉണ്ട് എന്ന് പറയുന്നത് അർത്ഥം എന്താ? പ്രഭാഷണം നന്നായിട്ടുണ്ട് അല്ല, അതിൻ്റെ അർത്ഥം. അപ്പോൾ കേശവേട്ടൻ്റെ പ്രഭാഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പഠിച്ചു പറയണതല്ല, പുസ്തകം വായിച്ചു പറയണതല്ല, അനുഭവം.
അനുഭവം. അപ്പോൾ ഞങ്ങളിപ്പോൾ 1 മണിക്കൂർ പറഞ്ഞത് കേശവേട്ടൻ 5 മിനിറ്റ് പറഞ്ഞാണ്. അപ്പോൾ ആ പ്രഭാഷണത്തിൻ്റെ ആ വാക്കുകളുടെ ആ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഭക്തി അല്ലെങ്കിൽ ജ്ഞാനം, ആ എന്തെന്നില്ലാത്തതായിട്ടുള്ള വിജ്ഞാനം ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വരുമ്പോൾ എന്തെന്നില്ലാത്തതായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. കാരണം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇപ്പോൾ പുതിയ തലമുറയിലുള്ളവർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ആ പുതിയ തലമുറകളെ പോലും ഒരു ന്യൂജനെ പോലും എങ്ങനെയാണ് ഈ ആധ്യാത്മികതയുടെ അടുത്തേക്ക് കൊണ്ടുവരേണ്ടതെന്ന് കേശവേട്ടൻ കൃത്യമായി വ്യക്തമായി പറഞ്ഞു തന്ന ഒരാളാണ്. അതിന് സംശയമില്ല. കേശവേട്ടൻ്റെ ഭാഗവതം 7 ദിവസം കേട്ട ഒരാൾക്ക് സംശയം ഉണ്ടാവാൻ കൊള്ളില്ല. അതാണ് കേശവേട്ടന് ഭാഗവത നവശുകൻ എന്നുള്ള പേരുണ്ടാവേണ്ടത്. വേദവ്യാസപുത്രനായിട്ടുള്ള നവശുകൻ, ശ്രീശുക ബ്രഹ്മർഷി. അപ്പം എന്ന പോലെ കേശവേട്ടനും ഒരു പേര് ടൈറ്റിൽ തന്നെ ഭാഗവത നവശുകൻ എന്ന് പേര് കൊടുക്കാൻ കാരണം എന്താ, ആ വാക്കുകൾ വെറുതെ ഇല്ല. കേശവേട്ടൻ്റെ വാക്ക് എന്ന് പറഞ്ഞാൽ ഒരു അക്ഷരം പോലും വെറുതെ കളയാനില്ല. അത്രയും ആ വിലപ്പെട്ടതാണ് കേശവേട്ടൻ്റെ ഓരോ വാക്കുകളും. മള്ളിയൂരും അതുപോലെ തന്നെ കേശവേട്ടൻ്റെ പ്രത്യേക ഒരു പേര് കൊടുത്തു, ഭാഗവത സമ്രാട്ട്, ഭാഗവത ചക്രവർത്തി എന്നൊരു പേര്. അപ്പോൾ കേശവേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ ഓരോ സപ്താഹം തുടങ്ങുന്നതിന് മുമ്പേ ഒരു എന്താ പറയുക, ആമുഖമായിട്ട് കേശവേട്ടനെ കുറിച്ച് പറഞ്ഞിട്ടേ വായന തുടങ്ങുള്ളൂ. അങ്ങനെയാണ് എൻ്റെ ഒരു തീരുമാനം. ഇതിന് മുമ്പൊക്കെ ഞാൻ ഗുരുവായൂർപ്രദാസ സ്വാമികളെ കുറിച്ചോ അല്ലെങ്കിൽ മള്ളിയൂരെ കുറിച്ചോ വിവേകാനന്ദ സ്വാമികളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. എന്ന പോലെ ഇനി എൻ്റെ സപ്താഹങ്ങളിൽ ആദ്യം ആ കേശവേട്ടൻ പറഞ്ഞതായിട്ടുള്ള കേശവേട്ടൻ്റെ അനുഗ്രഹമാകുന്ന ആ വാക്കുകൾ കുറച്ചെന്തെങ്കിലും പറഞ്ഞതിന് ശേഷമേ ആരംഭിക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു 94-95കളിലാണ് ആദ്യം വരാൻ സാധിച്ചത്. അതിനുശേഷം എത്രയോ ഭാഗവത സപ്താഹങ്ങളിൽ കേശവേട്ടൻ്റെ ഒപ്പം ഞാൻ പോയിട്ടുണ്ട്, ഒപ്പം വായിക്കാനായിട്ടും. പിന്നെ അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു നീ തന്നെ നടത്ത് എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ കുറേ കാലം നിങ്ങൾക്കൊക്കെ അറിയാണ്ടാവും. അന്ന് നമ്മളെ ഓരോ ഉത്സവമായിട്ട് സപ്താഹം ആഘോഷമായിട്ട് നടത്തല്, ഉറിയടി, അതുപോലെ തന്നെ മറ്റുള്ള ആഘോഷങ്ങൾ, നാമസങ്കീർത്തനാദികൾ, ഭജന, ഇങ്ങനെ സപ്താഹം ഒരു ആഘോഷമായി നടത്തിയതായിട്ടൊരു കാലഘട്ടം. അപ്പം അതിനൊക്കെ കേശവേട്ടൻ്റെ നിർദ്ദേശമാണ്. അപ്പം എൻ്റെ ഒരു പ്രത്യേക ഒരു കഴിവല്ല, എൻ്റെ തരത്തിൽ വേണം എന്ന് കേശവേട്ടൻ നിർദ്ദേശിക്കുമ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ കേശവേട്ടന് അപ്രിയമായിട്ട് ഞങ്ങൾ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. കേശവേട്ടൻ എന്ത് പറയണോ അത് കേൾക്കും. അങ്ങനെ ഒരു അനിയൻ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ഗുരുനാഥൻ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ഒരു സുഹൃത്ത് എന്നുള്ള നിലയ്ക്കും. ഇപ്പം നേരത്തെ അവിടെ പറഞ്ഞ പോലെ തന്നെ ഗുരവ് സുദൃഢ സൗഹൃദ, മാരുത മഹർഷിയോട് പറയണ ഒരു ഇതാണ് കേശവേട്ടൻ്റെ ആ സൗഹൃദം, സ്നേഹം. കേശവേട്ടൻ എൻ്റെ ശിഷ്യൻ എന്ന് പറയാറില്ല. 10-20 ശിഷ്യന്മാർ കേശവേട്ടന് പ്രധാനമായിട്ടുണ്ടെങ്കിലും എൻ്റെ ശിഷ്യൻ എന്നൊരു വാക്ക് പറയില്ല. അയാളെൻ്റെ അനിയനാണ്, അനിയന്മാർ, സുഹൃത്തുക്കളാണ് എന്നുള്ള നിലയ്ക്ക് ആ ഒരു കേശവേട്ടൻ്റെ ആ ഒരു വിശാല മനസ്കത, അത്രയും ഒരു എല്ലാവരെയും സമഭാവനയിൽ, സ്വദൃക് എന്ന ഭാഗവത്തിൽ ഭഗവാൻ തന്നെ പറയുന്ന എല്ലാവരെയും സമഭാവനയിൽ, എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ആൾക്കാരാണ്. അത് പ്രഭാഷണത്തിൽ മാത്രമല്ല, ആ ജീവിതത്തിലും നമുക്കെല്ലാവർക്കും അനുഷ്ഠിച്ച് കാണിച്ചു തന്ന ഒരാളാണ്. വ്യക്തിത്വമുള്ള ആളാണ് കേശവേട്ടൻ. എന്തായാലും ആ കേശവേട്ടനെ കുറിച്ച് പറയാനുള്ള ഒരു 2 വാക്ക് ഇവിടെ പറയാനുള്ള അവസരം തന്നതായിട്ടുള്ള മഹാദേവനോടും മറ്റ് ഇവിടെ നാട്ടിലുള്ളതായിട്ടുള്ള നിങ്ങളെ കേശവേട്ടനെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, കേശവേട്ടൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അല്ലെങ്കിൽ ഇനിയും നമുക്ക് ഈ കേശവേട്ടനെ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേശവേട്ടനെ കുറിച്ച് ഇവിടെ ഒരു അനുശോചനം, അനുസ്മരണം നടത്തേണ്ട കാര്യമൊന്നുമില്ല. അതെന്താ, കേശവേട്ടൻ അതിൻ്റെ ആവശ്യമില്ല. മഹാത്മാക്കളൊക്കെ ഇവിടെ ഒന്നും ആവശ്യമില്ല. മഹാത്മാക്കൾ ശരീരം വെടിഞ്ഞു പോയാലും അവർക്ക് പേരും അല്ലെങ്കിൽ പെരുമയും പ്രശസ്തിയിടൊന്നും ആവശ്യമില്ല. കാരണം കേശവേട്ടൻ ഈ ലോകം മുഴുവൻ എല്ലാവരിലേക്കും എത്തിക്കഴിഞ്ഞു. ആ സഹസ്രനാമം, കേശവേട്ടൻ്റെ സഹസ്രനാമം കേട്ടാൽ മതി. ഇവിടെ കുറച്ച് വെച്ചില്ലേ, കേശവേട്ടൻ്റെ ആ 12-ാം അധ്യായം കേട്ടാൽ മതി, കൃഷ്ണാവതാര പ്രഭാഷണം കേട്ടാൽ മതി. അപ്പോൾ ശരീരം വിട്ടുപോയാലും കേശവേട്ടൻ്റെ ആ വാക്കുകളിൽ കൂടി നമ്മുടെ ഉള്ളിലൊക്കെ നിറഞ്ഞു കഴിഞ്ഞു. ഇനിയും നമുക്ക് ആ കേശവേട്ടനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഇവിടെ പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരു പ്രാർത്ഥന, ഞാനോട് ചൊല്ലിത്തരുന്നതായിട്ടൊരു പ്രാർത്ഥന എല്ലാവരും ചൊല്ലുക. കാരണം കേശവേട്ടൻ നമുക്ക് സപ്താഹത്തിൽ രാവിലെ തുടങ്ങുമ്പോൾ ചൊല്ലിത്തരാറുള്ള ഒരു പ്രധാനപ്പെട്ട ശ്ലോകമാണ് ഇവിടെ. ഞാനത് ചൊല്ലിയും കൊണ്ട് നിർത്താം, കാരണം മറ്റുള്ളവർക്കും പറയാനുള്ളത് കൊണ്ട് നിർത്തുകയാണ്. എല്ലാവരും ഈ ശ്ലോകം എല്ലാവരും ഒന്ന് കൈകൂപ്പി ഇരുന്ന് പ്രാർത്ഥിച്ചു ചൊല്ലാം. ശുഗരൂപ പ്രബോധജ്ഞ
സർവശാസ്ത്ര വിശാരദ ഏതൽ കഥാപ്രകാശേന മദജ്ഞാനം വിനാശയ. വാക്കുകളെല്ലാം കേശവടൻ്റെ പാദത്തിൽ തന്നെ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു.